തേവലക്കര നോർത്ത് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കേരള സർവകലാശാല മുൻ സെനറ്റ് അംഗവുമായിരുന്ന വി അനിൽ BJPയിൽ ചേർന്നു. കൊല്ലം പ്രസ് ക്ലബിൽ നടന്ന പരിപാടിയിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അനിലിന് അംഗത്വം നൽകി. മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ അദ്ദേഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള സ്വാഗതം അരളിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നും ഉള്ള ഒരു തുടക്കം തേവലക്കരയിൽ വരും ദിവസങ്ങളിൽ ഒരു വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയായിരിക്കും. ഒട്ടനവധി ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുവാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ നേരിൽ കണ്ടുകൊണ്ട് വലിയൊരു പരിപാടിയിലൂടെ ഈ തേവലക്കരയിൽ പന്മന മണ്ഡലത്തിൽ ഒരു വിപ്ലവാത്മകമായ മാറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. CPM തേവലക്കര നോർത്ത് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി അനിലാണ് BJPയിൽ ചേർന്നത്. കേരള സർവകലാശാല മുൻ സെനറ്റ് അംഗം, വ്യാപാരി വ്യവസായി സമിതി മുൻ ജില്ലാ പ്രസിഡന്റ്, ചവറ റൂറൽ വ്യാപാരി വ്യവസായി സഹകരണ സംഘം പ്രസിഡന്റ്, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ചേന്നങ്കര പ്രസിഡന്റ് എന്നീ നിലകളിൽ വി അനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ച് കൊല്ലം പ്രസ് ക്ലബിൽ നടത്തിയ ചടങ്ങിലാണ് വി അനിൽ BJPയിൽ ചേർന്നത്. മുൻ കേന്ദ്രമന്ത്രിയും BJP മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന വി മുരളീധരൻ വി അനിലിന് അംഗത്വം നൽകി. ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട്, BJPയുടെ നിലപാട് ശരിയാണെന്ന് അംഗീകരിക്കുകയും ഇന്ത്യയെ തത്വത്തിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒത്തുചേർന്ന് പോവുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏത് പൗരൻ്റെയും കടമ. വിശേഷിച്ച് ഏറ്റവും കൂടുതൽ ബൗദ്ധികമായ കഴിവുണ്ട് എന്ന് നമ്മൾ തന്നെ പറയുന്ന മലയാളി അതിന് മാതൃകയായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മാതൃകയായിട്ട് ഞാൻ മാറി. ഇന്നു മുതൽ ഞാൻ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളും, ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് വേണ്ടി നിലകൊള്ളുക, അവരെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റിന് വേണ്ടി നിലകൊള്ളുക. ഈ രാജ്യത്തിൻ്റെ അഭിമാനം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് പിന്തുണ നൽകി അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.